ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് ചൂട് തുടരുന്നു. 3ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 7ാം ഘട്ടത്തിനുള്ള വിജ്ഞാപനം നാളെ പുറത്തിറക്കും. വരും ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി പ്രമുഖ മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ രംഗത്ത്. കന്യാകുമാരിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഓറഞ്ച് ജാഗ്രത. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. IPL-ൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നാളെ നടക്കാനിരിക്കുന്ന 3ാം ഘട്ട വോട്ടെടുപ്പിന് സജ്ജീകരണങ്ങൾ ഒരുങ്ങി. 10 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയിലെയും ദാമൻ ദ്വീപിലെയും 93 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. ഗുജറാത്തിലെ 25 സീറ്റുകളിലും കർണാടകയിലെ 14 സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ 11 സീറ്റുകളിലും ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലും അടക്കം നാളെ വോട്ടെടുപ്പ് നടക്കും. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളിലാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 58 ലോക്സഭാ സീറ്റുകളിലേക്ക് ഈ മാസം 25-നാണ് 6ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 13-ന് നടക്കാനിരിക്കുന്ന 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തി പ്രാപിക്കുന്നു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ 9 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് ചൂട് തുടരുന്നു. അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണത്തിനായി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ദേശീയ നേതാക്കളും താരപ്രചാരകരും സജീവമായി രംഗത്തുണ്ട്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ഇന്ന് വിവിധ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. സദ്ഭരണത്തിലാണ് BJP എന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഗഞ്ചം ജില്ലയിലെ ബർഹാംപൂർ ലോക്സഭാ മണ്ഡലത്തിലെ കനിഷിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ രാജ്മുദ്രിയിലും അനകാപള്ളിയിലും ശ്രീ മോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഭരണഘടനയെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ രാഹുൽ ഗാന്ധി മധ്യപ്രദേശിൽ പറഞ്ഞു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ പശ്ചിമബംഗാളിലും ബീഹാറിലും ഇന്ന് പ്രചാരണത്തിൽ പങ്കെടുത്തു. ഉത്തർപ്രദേശിൽ BJPക്കായി മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് ഉന്നാവോ, ഹർദോയ്, ഷാജഹാൻപൂർ ജില്ലകളിൽ റാലിയെ അഭിസംബോധന ചെയ്തു. റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പാർട്ടി ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുക്കും. കിഷോരിലാൽ ശർമ്മ മത്സരിക്കുന്ന അമേഠി മണ്ഡലവും പ്രിയങ്ക ഗാന്ധി ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കനൌജിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13 വീതവും, പശ്ചിമബംഗാളിൽ 9-ഉം, ബീഹാറിൽ 8-ഉം, ഒഡീഷയിൽ 6-ഉം, ഹിമാചൽ പ്രദേശിൽ 4-ഉം, ഝാർഖണ്ഡിലെ 3-ഉം, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ 1 സീറ്റിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 14 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ജൂൺ 1-നാണ് 7ാം ഘട്ട വോട്ടെടുപ്പ്. UP റായ്ബറേലി ലോക്സഭാ സീറ്റിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ ഭൂപേഷ് ബാഗേലിനെ നിയമിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് റായ്ബറേലിയിലെ പാർട്ടി സ്ഥാനാർത്ഥി. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ അമേഠി സീറ്റിൽ തിരഞ്ഞെടുപ്പ് നിരീക്ഷകനായി നിയമിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഹിമാചൽ പ്രദേശ് സന്ദർശനം പുരോഗമിക്കുന്നു. ധരംശാല കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. നാളെ ഷിംലയിലെ ചരിത്രപ്രസിദ്ധമായ ഗെയ്റ്റി തിയേറ്ററിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുക്കും. കന്യാകുമാരിയിലെ സ്വകാര്യ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. മരിച്ചവരിൽ 2 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. തഞ്ചാവൂർ സ്വദേശി D ചാരുകവി, നെയ്വേലി സ്വദേശി B ഗായത്രി, കന്യാകുമാരി സ്വദേശി P സർവദർശിത്, ഡിണ്ടിഗൽ സ്വദേശി M പ്രവീൺ സാം, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വെങ്കടേഷ് എന്നിവരാണ് മരിച്ചത്.
ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. തിരുച്ചിറപ്പള്ളിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചവരെല്ലാം. സഹപാഠിയുടെ സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 12 വിദ്യാർത്ഥികൾ സംഘമായാണ് നാഗർകോവിലിലെത്തിയത്. ഞായറാഴ്ച നടന്ന വിവാഹത്തിന് ശേഷമാണ് ഇവർ കന്യാകുമാരിയിൽ എത്തിയത്. കന്യാകുമാരിയിലെ ലെമൂർ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ ശക്തമായ തിരയിൽപ്പെടുകയായിരുന്നു. രക്ഷപ്പെടുത്തിയ 2 പേരെ കന്യാകുമാരി ജില്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിതയുടെ ജാമ്യാപേക്ഷ വിചാരണ കോടതി തള്ളി. ഡൽഹി റോസ് അവന്യൂ കോടതിയിലെ സ്പെഷ്യൽ ജഡ്ജ് കാവേരി ബവേജയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. മദ്യനയത്തിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് CBIയും EDയും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി വരെ കൂടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാടാണ് ഏറ്റവും ഉയർന്ന താപനില. 39 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ ഈ മാസം 8 വരെ നിലവിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം ഈ ആഴ്ച വേനൽമഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ മിന്നലോടുകൂടിയ മഴ ലഭിച്ചേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ കേരളം, തമിഴ്നാട് തീരങ്ങളിൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ അർദ്ധരാത്രി വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വള്ളത്തിലും ചെറുയാനങ്ങളിലുമുള്ള മത്സ്യബന്ധനം ഒഴിവാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1981 പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവാണ് ആദ്യ ചിത്രം. സുഹൃതമടക്കം 18 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിയിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. IPLൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് ആരംഭിച്ചു. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ബംഗ്ലാദേശിന് 123 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ബംഗ്ലാദേശ് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. മഴയെ തുടർന്ന് 5ാം ഓവറിന് ശേഷം കളി നിർത്തിവെച്ചെങ്കിലും പിന്നീട് 14 ഓവറായി വെട്ടിക്കുറച്ച് മത്സരം പുനരാരംഭിച്ചു. ബംഗ്ലാദേശിലെ സിലറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 5 മത്സര പരമ്പരയിൽ ആദ്യ 3 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ നടന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് NDA പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്നലെ 571 നഗരങ്ങളിലായി 4750 കേന്ദ്രങ്ങളിൽ നീറ്റ് UG പരീക്ഷ വിജയകരമായി നടത്തിയതായി പ്രസ്താവന വ്യക്തമാക്കുന്നു. രാജസ്ഥാനിലെ ഒരു കേന്ദ്രത്തിൽ പരീക്ഷ അവസാനിക്കുന്നതിന് മുൻപ് ചില വിദ്യാർത്ഥികൾ ബലമായി കൊണ്ടുപോയ ചോദ്യപേപ്പറിന്റെ ചിത്രങ്ങൾ ചോദ്യചോർച്ചയെന്ന് ആരോപിക്കുന്നത് നികൃഷ്ടവും വിചിത്രവുമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ബോയിംഗ് സ്റ്റാർലൈനറിന്റെ ആദ്യ ക്രൂഡ് ദൌത്യത്തിനായി ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് നാളെ രാവിലെ വീണ്ടും ബഹിരാകാശത്തേക്ക് പറക്കും. ബാരി ബുച്ച് വിൽമോർ എന്ന ബഹിരാകാശ യാത്രികനും സുനിതയ്ക്കൊപ്പം ഉണ്ടാകും. യുഎസിലെ കെനഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് യാത്ര. ബോയിങ്ങിന്റെ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റാണിത്. ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ബോയിങ്ങിന്റെ ശേഷി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ദൌത്യം. പാകിസ്ഥാനെക്കുറിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള നടത്തിയ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച BJP. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യയുമായി ലയിപ്പിക്കുമെന്ന മുതിർന്ന BJP നേതാവും രാജ്യരക്ഷാ മന്ത്രിയുമായ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയോട് പാകിസ്ഥാൻ ഒരു ആണവശക്തിയാണെന്ന് മനസ്സിലാക്കണമെന്ന് ഫറൂഖ് അബ്ദുള്ള പ്രതികരിച്ചിരുന്നു. ഈ പരാമർശം പാകിസ്ഥാന്റെ ഭാഷ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ പാർട്ടി വക്താവ് സുധാൻഷു ത്രിവേദി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 14 പേർ മരിച്ചു. കനത്ത മഴ രാജ്യത്ത് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായതായാണ് താലിബാന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ദുരന്ത നിവാരണ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് ചൂട് തുടരുന്നു. 3ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 7ാം ഘട്ടത്തിനുള്ള വിജ്ഞാപനം നാളെ പുറത്തിറക്കും. വരും ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി പ്രമുഖ മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ രംഗത്ത്. കന്യാകുമാരിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഓറഞ്ച് ജാഗ്രത. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. IPLൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.